2024 സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയിരുന്നു 7ാം ക്ലാസ്സിൻ്റെ. അതിലെ ചാപ്റ്റർ 10 നമ്മളിന്ന് നോക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ബജറ്റ്, വികസനത്തിൻ്റെ നേർരേഖ. അപ്പോൾ നമ്മുടെ PSCയുടെ സിലബസിൽ വരുന്ന എക്കണോമിക്സ് ഭാഗത്ത് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം ഭാഗത്ത് വരുന്ന കുറേ ടോപ്പിക്കുകൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങളത് നോക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള ചില ഭാഗങ്ങളും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളുകൾ കാര്യങ്ങളും കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെത്തുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം നമുക്ക് തുടങ്ങാം. കുടുംബ ചെലവ്. ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ്. ഓക്കെ, ആ നിശ്ചിത കാലയളവ് എന്നുള്ള ഒരു പോയിന്റ് പ്രത്യേകം ഓർത്തിരിക്കണം. കുടുംബത്തിലെ എല്ലാ ചെലവുകളും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുടുംബ ചെലവുകളെ ഇങ്ങനെ തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് പ്രതീക്ഷിത ചെലവും മറ്റൊന്ന് അപ്രതീക്ഷിത ചെലവും. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്നും കൂടി ഇവിടെ നോക്കാം. ഈ കുടുംബ ചെലവ് എന്ന് പറയുന്നത് ഭക്ഷ്യ ഉപഭോഗത്തിന് ഉപയോഗിക്കുന്ന ചിലവുണ്ടാവും. അതുപോലെ ഭക്ഷ്യേതര ചിലവുകളുണ്ട് അല്ലേ. ഭക്ഷണത്തിനല്ലാതെ നമ്മൾ പല കാര്യത്തിനും കുടുംബത്തിൽ ചിലവുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ആകെ ചിലവാണ് കുടുംബ ചെലവ് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക കാലയളവിൽ, ഇപ്പോൾ 6 മാസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 1 വർഷം, അങ്ങനെ ഒരു കാലയളവിലുള്ള ആകെ തുകയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല. പിന്നെ ചിലത് നിശ്ചയിക്കാൻ പറ്റും, ചിലത് നിശ്ചയിക്കാൻ പറ്റില്ല, എത്ര ടോട്ടൽ വേണ്ടി വരും എന്നുള്ളത് ഭാവിയിലേക്ക്. അപ്പോൾ അങ്ങനെ 2 ചിലവുകളുണ്ട്, തരംതിരിക്കാം. ഒന്ന് പ്രതീക്ഷിത ചിലവാണ്. ഇതെന്താണ് പറയുന്നത്? നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് പ്രതീക്ഷിത ചെലവ്. പ്രതിമാസം അല്ലെങ്കിൽ പ്രതിവർഷം എന്നിങ്ങനെ ഇത് കണക്കാക്കുന്നത്, അതായത് വർഷത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ. ഓക്കെ, ഉദാഹരണം ആഹാരം അല്ലെങ്കിൽ വൈദ്യുതി ബില്ല് തുടങ്ങിയവ. ഓക്കെ, ഇതൊക്കെ ഒരു മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ എത്രയാണെന്ന് നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാൻ പറ്റും. ഇത്ര വരും എന്നുള്ളത്, ഇത്ര എമൗണ്ട് ആവും അല്ലെങ്കിൽ ഇത്ര ചിലവ് വരും എന്നുള്ളത്. ഓക്കെ, ഇനി ആ ഒരു ഉദാഹരണമൊക്കെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ PSC അങ്ങനെയും ചോദിക്കാം കേട്ടോ. പ്രതീക്ഷിത ചിലവിൽ വരുന്നത് ആഹാരം, വൈദ്യുതി ബില്ല്. അതുപോലെ അപ്രതീക്ഷിത ചിലവ് പറയുന്നത് നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി ഉണ്ടാകുന്നതുമായ ചിലവുകളാണ് അപ്രതീക്ഷിത ചിലവുകൾ. ഓക്കെ, ആകസ്മികമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നതിനെയാണ് ആകസ്മികമായി, പെട്ടെന്ന് വരുന്ന ഒരു ചിലവിനെയാണ് ആകസ്മികമായി എന്നുള്ളത് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ എന്തൊക്കെയാണ്? പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ രോഗങ്ങൾ. ഇതൊന്നും നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല എപ്പോഴാണ് വരിക എന്നുള്ളത്. അപ്പം അങ്ങനെ ഉള്ളതിനെയാണ് ആകസ്മികമായി അല്ലെങ്കിൽ അപ്രതീക്ഷിത ചിലവ് എന്ന് പറയുന്നത്. ഈ ഉദാഹരണങ്ങൾ ഓർത്തിരിക്കുക ഏതിലൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്തത് പ്രതീക്ഷിത ചിലവിനുള്ള അല്ലെങ്കിൽ ഇതിന് 2 ഓരോ ഉദാഹരണങ്ങൾ കൂടി നമ്മുടെ ടെസ്റ്റിലുണ്ട്. പ്രതീക്ഷിത ചിലവിന് ഉദാഹരണമാണ് വിദ്യാഭ്യാസം അല്ലേ. വിദ്യാഭ്യാസത്തിന് ഏകദേശം എത്ര ചിലവ് വരുന്നത് നമുക്ക് ഏകദേശമൊക്കെ ഫീസും കാര്യങ്ങളൊക്കെ കൂട്ടി നോക്കിയിട്ട് ഊഹിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ഒരു കുട്ടി വീട്ടിലുണ്ട്, അവന് വിദ്യാഭ്യാസം അടുത്ത വർഷം തുടങ്ങുകയാണെങ്കിൽ അവന് ഇത്ര ചിലവ് വേണ്ടി വരും നമുക്ക് ഊഹിക്കാൻ പറ്റും. അല്ലെങ്കിൽ അപ്രതീക്ഷിത ചിലവിന് ഉദാഹരണം എന്താണ്? അപകടം അല്ലേ. പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ നമ്മൾ പ്രതീക്ഷിക്കില്ല. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ആക്സിഡൻറ്റ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അടുത്ത താഴത്തുള്ള ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു പോവുക. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെ കോളത്തിലാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, പ്രതീക്ഷിത ചെലവ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അരി, പലവ്യഞ്ജനം, വസ്ത്രം, വിനോദം, യാത്ര, ഫോൺ, പത്രം, വായ്പ, തിരിച്ചടവ്. ഓക്കെ, ഇനി അപ്രതീക്ഷിത ചെലവ് ഏതൊക്കെയാണ്? അപകടങ്ങൾ, രോഗം, വിലവർധനവ്, മഹാമാരി, മരണം. ഓക്കെ, ഇതൊക്കെ അപ്രതീക്ഷിത ചെലവുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത്, ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. ഓക്കെ, ഒരു നിശ്ചിത കാലയളവിൽ എന്നുള്ളൊരു സ്റ്റാർട്ടിംഗ് വേർഡ് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം. വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും കഴിയും. ഓക്കെ, ഇനി അടുത്തത് കുടുംബ ബജറ്റ്. നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ്. ഓക്കെ, വരവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനം, ചിലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വരുമാനത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യത്തിന് ചിലവാക്കുന്നു എന്നുള്ള ഈ കാര്യങ്ങൾ. അപ്പോൾ ഇത് രണ്ടും
ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഒരു ധനരേഖയാണ് കുടുംബ ബജറ്റ്. പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കാവുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിൻ്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം എല്ലാ കുടുംബത്തിൻ്റെയും കുടുംബ ബജറ്റുകൾ വ്യത്യസ്തമായിരിക്കും. അത് നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. അത് പ്രതിമാസം, അത് മാസക്കണക്കിനോ അല്ലെങ്കിൽ വർഷക്കണക്കിനോ ആയിരിക്കും അത് തയ്യാറാക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് പ്രതീക്ഷിത വരവ് ചെലവ് ഇത് മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്രതീക്ഷിതമായിട്ടുള്ള വരവും ചിലവ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യത്തെ വരിയിൽ അതുകൂടി ഉള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രതീക്ഷിത വരവും ചിലവും കേട്ടോ. ചിലപ്പം PSC അപ്രതീക്ഷിത എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊടുക്കും നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ കൊണ്ട് വേണം കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പം അത് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ കാണുക കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ കുടുംബ ബജറ്റ് തയ്യാറാക്കണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വരും. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത്. നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാൻ കഴിയും. ഓക്കെ, വെറുതെ ഉണ്ടാക്കി വെച്ചാൽ പോരാ, ബജറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് നടത്താൻ പറ്റുന്നുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് നമ്മൾ ചെക്ക് ചെയ്യുക കൂടി വേണം. ഓക്കെ, എന്നാലേ ഉള്ളൂ നമ്മൾ വിചാരിച്ച പോലെ സാമ്പത്തിക ഭദ്രതയും ക്ഷേമമൊക്കെ കൈവരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. വരവ് ചെലവിനേക്കാൾ കൂടുതലാവുകയോ വരവും ചെലവും തുല്യമാവുകയോ ചെയ്യുമ്പോഴാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാവുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ വരുമാനം കൂടുതലായിരിക്കണം ചെലവിനേക്കാളും, അല്ലേ? എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സേവിങ്സ് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വരവും ചിലവും തുല്യമായാലും കുഴപ്പമില്ല. നമുക്ക് കടം ഒന്നും ആവുന്നില്ല. നമുക്ക് കിട്ടുന്ന വരുമാനം ഫുള്ള് നമുക്ക് ആവശ്യത്തിന് ചിലവഴിക്കാനുള്ള നമ്മുടെ ചിലവിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും കുടുംബ ബജറ്റ് സുസ്ഥിരമാണ് എന്ന് പറയാൻ പറ്റും. ഈ രണ്ട് കേസുകൾ ഓർത്തിരിക്കണേ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും വരുമാനം കൂടിയാൽ മാത്രമേ ഉള്ളൂ സുസ്ഥിരമാവുക എന്നുള്ളത്. അങ്ങനെയല്ല, വരവും ചിലവും തുല്യമായാലും കുടുംബ ബജറ്റ് സുസ്ഥിരമാണ് എന്ന് പറയാം. ഓക്കെ, അതൊക്കെ ഒരു ടിസ്റ്റ് വരുന്ന ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക. കുടുംബ ചെലവ് എങ്ങനെയൊക്കെ കുറയ്ക്കാം? പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുക, അല്ലേ? നമ്മുടെ വീട്ടിൽ തന്നെ പലതും കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും, ചെറിയ. ഇനി അടുത്തത് ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി കൃഷി ചെയ്യുക. അതന്നെ. അടുത്തത് പൊതുവിതരണ സംവിധാനവും ന്യായവില വിൽപ്പന കേന്ദ്രങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അതായത് നമ്മളെ റേഷൻ കട അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. ഇനി അടുത്തത് കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു, അല്ലേ? ബജറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എത്രത്തോളം വരുമാനം എവിടെ നിന്നൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. ഇനി അടുത്തത് വരവിനനുസരിച്ച് ചിലവ് ക്രമീകരിക്കുന്നു. നമുക്ക് എത്രത്തോളം നമുക്ക് വരുമാനം ഉണ്ടെന്ന് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിലവുകൾ എവിടെയൊക്കെ കുറയ്ക്കണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. എവിടേക്കാണ് നമ്മൾ അനാവശ്യമായി ചിലവാക്കുന്നതൊക്കെ ഉള്ള ഒരു ഐഡിയ നമ്മൾ ബജറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് കിട്ടും. അടുത്തത് മിതവ്യയ ശീലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചടക്കത്തോടെ, ഒരു സാമ്പത്തിക അച്ചടക്കത്തോട് കൂടിയിട്ട് ജീവിക്കാൻ പറ്റുക. അതായത് ആവശ്യത്തിന് മാത്രം ചിലവാക്കുക, അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ കുറച്ച് ഒരു സാധാരണ ജീവിതം നയിക്കുന്ന, ഒരു ലഘു ജീവിതം നയിക്കുന്നതിനെയാണ് മിതവ്യയ ശീലം എന്ന് പറയുന്നത്. ഇനി അടുത്ത് പൊതുച്ചെലവാണ്. പൊതുച്ചെലവ് എന്ന് പറഞ്ഞാൽ വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതുച്ചെലവുകൾ. ഓക്കെ, അപ്പോൾ ആ രണ്ട് വേർഡുകൾ ഓർത്തിരിക്കണം. വികസനേതര രണ്ടും പെടുന്നുണ്ട്. ചിലപ്പം PSC വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രമായി എന്നൊക്കെ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. വികസനേതര പ്രവർത്തനങ്ങൾക്ക്, അതായത് വികസന പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്ക് അതീതമായിട്ടുള്ള വികസനേതര പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്ന സർക്കാർ ചെലവഴിക്കുന്ന ധനത്തിനെയാണ് പൊതുച്ചെലവ് എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാകുന്നതിനനുസരിച്ച് പൊതുച്ചെലവുകളും വർദ്ധിക്കും. ഓക്കെ, അതായത് സർക്കാർ കൂടുതൽ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ചിലവും കൂടും. ഇനി സർക്കാരിൻ്റെ ചില പദ്ധതികളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക്, അല്ലേ? ദേശീയപാത എന്ന് പറയുന്ന ഒരു വികസനമാണ്, അത് ഒരു പൊതുച്ചെലവാണ്. ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു, അതും ഒരു വികസന പ്രവർത്തനമാണ്, അതിനും നമുക്ക് പൊതുച്ചെലവാണെന്ന് പറയാം. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തു, അതൊരു വികസന പ്രവർത്തനമല്ല, അല്ലേ? അതുകൊണ്ട് നമുക്ക് ലാഭമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നമ്മൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കുകയാണ് സാധാരണക്കാർക്ക്. അപ്പോൾ അത് അത് വികസനേതര ചിലവാണെന്ന് പറയാം. അതുപോലെ ജൽജീവൻ മിഷൻ പദ്ധതി, കുടിനീർ ക്ഷാമം തീർക്കാൻ ഫണ്ട്, അല്ലേ? ജൽജീവൻ മിഷൻ പദ്ധതി എന്ന് പറയുന്നതും
എന്താണ് ഒരു വികസന പ്രവർത്തനമല്ല, ഒരു എന്താണ് നാട്ടുകാർക്ക് കൊടുക്കുകയാണ്, ജലം എത്തിച്ചു കൊടുക്കുകയാണ് ഗ്രാമങ്ങളിലേക്കൊക്കെ അല്ലേ. അപ്പോൾ അതും ഒരു വികസനേതര പ്രവർത്തനമാണ് എന്ന് പറയാം. ഇതൊക്കെ പൊതുചെലവുകൾക്ക് ഉദാഹരണമാണ്. സർക്കാരിന് ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ധാരാളം പണം ആവശ്യമായി വരുന്നു. ഇവ കൂടാതെ മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ധനം ചെലവഴിക്കുന്നത്? എന്തിനൊക്കെയാണ്? ശമ്പളം കൊടുക്കണം അല്ലേ. സർക്കാർ ഉദ്യോഗസ്ഥർ, മന്ത്രിമാർക്ക് അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി താഴെ തട്ടിൽ വരെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം കോൺട്രാക്റ്റ് ആയിട്ടും അല്ലേ. അടുത്തത് പലിശ അല്ലേ. സർക്കാർ ഇപ്പോൾ എന്തെങ്കിലും കടമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പലിശ കൊടുക്കണം, അതും സർക്കാരിൻ്റെ ചിലവിലേക്കാണ് വരുന്നത് അല്ലേ. അതൊക്കെ ചിലവ്, പലിശ നമ്മൾ കൊടുക്കണമല്ലോ. അടുത്തത് പ്രതിരോധ ചെലവുകൾ. അത് എന്താണ്, നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനൊക്കെ അടുത്ത് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതേമാതിരി യുദ്ധങ്ങളൊക്കെ വരുന്ന സമയത്തേക്ക് നമ്മൾ തയ്യാറാക്കി നമ്മൾ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് തയ്യാറാക്കി വെക്കണം. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ചിലവുകളുണ്ട്. പിന്നെ ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് ഒക്കെ സർക്കാർ ഇതൊക്കെ സർക്കാർ ധനം ചെലവഴിക്കേണ്ട പ്രവർത്തനങ്ങളാണ്. ഈ പൊതു ചെലവുകളെ രണ്ടായി തിരിക്കാം അതല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, വികസന ചെലവുകളും ഉണ്ട്, വികസനേതര ചെലവുകളും ഉണ്ട്. അതൊന്നും കൂടി എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വികസന ചെലവുകൾ രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെ വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നു. ഇവ രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപ്പാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഉൽപ്പാദന ചെലവുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? വികസന ചെലവുകളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. രണ്ട് ഓപ്ഷനിൽ വരും. ഓക്കെ, വികസനമാണോ അല്ല വികസനേതരയാണോ എന്നൊക്കെ കൺഫ്യൂഷനായി പോകരുത്. ഉൽപ്പാദന ചെലവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികസന ചെലവുകൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു വികസനം ചെയ്യണമെങ്കിൽ നമ്മളെന്തെങ്കിലും തിരിച്ച് നമുക്കും കൂടി കിട്ടണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഉൽപ്പാദനം എന്തെങ്കിലും ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് നമുക്കത് വിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ മതി. എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുക, അത് വിറ്റിട്ട് നമുക്ക് ക്യാഷ് കിട്ടുന്നു. അപ്പം വികസനം എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഓക്കെ, റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവുകളായി കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റോഡ്, പാലം, പിന്നെ തുറമുഖം, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതൊക്കെ വികസന ചെലവുകളായിട്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോവും അല്ലേ. വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് വികസനമാണോ അല്ലെങ്കിൽ വികസനേതരമാണോ എന്നൊക്കെയുള്ള സംശയമായിപ്പോവും ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. റോഡ്, പാലം, തുറമുഖം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? വികസന ചെലവുകൾ. ഇതൊന്ന് സിമ്പിളായിട്ട് തള്ളിക്കളയരുത്, പഠിച്ചു വെക്കണം. അടുത്തത് വികസനേതര ചെലവുകൾ. രാജ്യ താല്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ. പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയവയ്ക്കുള്ള ചെലവുകൾ ഇതിൽപ്പെടുന്നു. ഓക്കെ, അപ്പോൾ പൊതുസേവനങ്ങൾക്ക് മാത്രമല്ല, രാജ്യ താല്പര്യം സംരക്ഷിക്കുന്നതിനും അല്ലേ, അതായത് പ്രതിരോധം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതിനുള്ള ഈ ഉദാഹരണങ്ങളും നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് നമ്മുടെ ഈ കുറച്ച് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. അത് ടേബിളിൽ രണ്ട് കോളത്തിലേക്ക് മാറ്റി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു പോവാം. വികസന ചെലവുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? റോഡ് നിർമ്മാണം, ഊർജ്ജോൽപാദനം, വിദ്യാലയ നിർമ്മാണം, വ്യവസായശാലകൾ. ഇനി വികസനേതര ചെലവുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പലിശ ഉണ്ട്, മഹാമാരി ഉണ്ട്, യുദ്ധം, ക്ഷേമ പെൻഷൻ, പ്രതിരോധം, കടബാധ്യത, പൊതുഭരണം, സബ്സിഡികൾ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ പൊതുഭരണമൊക്കെ നമ്മൾ കൺഫ്യൂഷനായി പോകും. പൊതുഭരണം എന്ന് പറയുന്നത് വികസനത്തിന് വേണ്ടിയിട്ടല്ലേ ഈ ഭരണം നടത്തുന്നതൊക്കെ നമ്മൾ ആ സമയത്ത് പരീക്ഷ ഹാളിൽ ഇരുന്ന് ആലോചിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉത്തരം തെറ്റിപ്പോകും, നമ്മൾ വികസനത്തിൽ കൊണ്ട് എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ പൊതുഭരണം എന്ന് പറയുന്നത് വികസനേതര ചെലവാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് പൊതുചെലവാണ് അല്ലേ. സർക്കാരിൻ്റെ ചെലവാണ് പൊതുചെലവ്. അപ്പോൾ അതുപോലെ ഇനി പൊതുവരുമാനമുണ്ട്, അതായത് സർക്കാരിന് കിട്ടുന്ന വരുമാനത്തിനെയാണ് പൊതുവരുമാനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമായി വരുന്നു. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് പൊതുവരുമാനം. ഇത് സർക്കാർ ബജറ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായി രണ്ട് സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തുന്നത്. ഏതൊക്കെയാണത്? രണ്ടെണ്ണം. ഒന്ന് നികുതി വരുമാനമാണ്, രണ്ടാമത്തത് നികുതിയേതര വരുമാനമാണ് അല്ലേ. അപ്പം നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനങ്ങൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? പ്രത്യക്ഷ നികുതിയുണ്ട്,
പരോക്ഷ നികുതിയുണ്ട്. അത് PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ. ഈ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ തന്നിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ചോദിക്കും. ഓക്കെ, ഈ ഒരു നികുതി, ആദായ നികുതി എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതിയാണ്, ശരിയോ തെറ്റോ എന്നുള്ള രീതിയിൽ അങ്ങനെയും നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ പ്രത്യക്ഷ നികുതി എന്താണ്? നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു. ഈ ഡെഫിനിഷനും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഉദാഹരണം എന്തൊക്കെയാണ്? ആദായ നികുതി. ആദായ നികുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വരുമാന നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇതൊക്കെയാണോ. ചിലപ്പോൾ വേർഡ് മാറി ചോദിക്കാം, അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആയി പോരുത്. ആദായം അല്ലെങ്കിൽ എന്താണ് വരുമാന നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇതൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ ശമ്പളത്തിന് നമ്മൾ കൊടുക്കുന്ന നികുതിയാണ് ആദായ നികുതി എന്ന് പറയുന്നത്. അതായത് ഏത് വ്യക്തിക്കാണോ അത് ചുമത്തുന്ന ആ വ്യക്തി തന്നെ അത് കൊടുക്കുന്നു. ഓക്കെ, അതേപോലെ കെട്ടിട നികുതിയും എന്താണ്? പ്രത്യക്ഷ നികുതിയാണ്. ആ ഏത് കെട്ടിടത്തിൻ്റെ ഉടമസ്ഥന് ഈ നികുതി ചുമത്തുന്നു, ആ ഉടമസ്ഥൻ കൊണ്ടുപോയിട്ട് നികുതി അടയ്ക്കുന്നു. ഓക്കെ, അതാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. ഈ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു. ഓക്കെ, അതായത് വിൽപ്പന നികുതി. ഇപ്പോൾ നമ്മൾ സാധനം വാങ്ങുമ്പോൾ ചിലപ്പോൾ ആ ഒരു വസ്തു ഉണ്ടാക്കിയ ആളായിരിക്കില്ല മുഴുവനായിട്ടും അതിൻ്റെ ടാക്സ് കൊടുക്കുന്നത്. അതിൻ്റെ താഴെത്തട്ടിലുള്ള കടക്കാരും അല്ലെങ്കിൽ എന്താണ് ഷോപ്പ് ഓണേഴ്സ് അല്ലെങ്കിൽ അത് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഇവരുടെ അടുത്തു നിന്നൊക്കെ ഈ ഒരു ടാക്സിൻ്റെ ചെറിയൊരു ഭാഗമോ അല്ലെങ്കിൽ മുഴുവൻ ഭാഗമോ അവർ ഈടാക്കുന്നുണ്ട്. അതാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണങ്ങൾ ഓർത്തിരിക്കുക. വിൽപ്പന നികുതി, അതുപോലെ വിനോദ നികുതി. ഓക്കെ, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. അപ്പോൾ ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഡെഫിനിഷൻ ഓർത്തിരിക്കുക, അതുപോലെ ഉദാഹരണങ്ങൾ ഓർത്തിരിക്കുക. ഇനി നികുതിയേതര വരുമാനം എന്താണെന്ന് നോക്കാം. നികുതിയിലൂടെ അല്ലാതെ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് എന്ത്? നികുതിയേതര വരുമാനം. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിക്കണം. ഫീസ്, പിഴ, പിന്നെ ഗ്രാൻഡ്, ലാഭം, പലിശ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പേരുകൾ മാത്രം കൊടുത്തിട്ടുള്ളൂ. പക്ഷേ PSC ഇതിൻ്റെ ഡെഫിനിഷനും ചോദിക്കാറുണ്ട്. ഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിഴ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എന്താണ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മറ്റേതൊരു ക്ലാസ്സിൽ ഇതേപോലെ അതിൻ്റെ ഡെഫിനിഷനൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ടെലഗ്രാമിലൊക്കെ എന്താണ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പല ഗ്രൂപ്പുകളിലൊക്കെ ഇതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് ഈ പ്രത്യക്ഷ നികുതിക്കും പരോക്ഷ നികുതിക്കുള്ള ഉദാഹരണങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിൻ്റാണ്. അപ്പോൾ ഓർത്തിരിക്കുക, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ തലേന്ന് നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ട ഒരു സാധനമാണിത്. ഓക്കെ, സ്വത്ത് നികുതി, വസ്തു നികുതി, അതുപോലെ കോർപ്പറേറ്റ് നികുതി, പിന്നെ നമ്മൾ പറഞ്ഞ ആദായ നികുതി അല്ലേ. ഇത്രയും കാര്യങ്ങൾ പ്രത്യക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തി പഠിക്കണം. കാരണം PSC ഇത് തന്നെ ചോദിക്കണം എന്നില്ല, ഇതിന് പുറത്തും ചോദിക്കാം. ഓക്കെ, മിനിമം ഇതെങ്കിലും പഠിച്ചു വെക്കുക. നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസിൻ്റെ അകത്തു നിന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇതല്ല ഇതാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതെങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചു വെക്കുക. പരോക്ഷ നികുതി, എക്സൈസ് നികുതി, അതുപോലെ സർവീസ് നികുതി, GST, അതുപോലെ കസ്റ്റംസ് നികുതി, വിനോദ നികുതി. ഇതൊക്കെ എന്താണ്? പരോക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ് അല്ലേ. ഇനി അടുത്തത് നികുതി എന്നാൽ എന്താണെന്നുള്ളൊരു ഡെഫിനിഷനാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. ഓക്കെ, അപ്പോൾ ആ ഒരു നിർബന്ധമായി എന്നുള്ള വേർഡ് എന്താണ് ഓർത്തിരിക്കണം. PSC ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ചോദിക്കും. ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. ചിലപ്പോൾ ഹാളിലൊക്കെ ഇരിക്കും, പരീക്ഷ ഹാളിലിരിക്കും, നമുക്ക് കൺഫ്യൂഷനായി പോകും. നികുതി ഇപ്പോൾ നമ്മൾ നിർബന്ധമൊക്കെ ആയിട്ട് കൊടുക്കണമെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ ആലോചിച്ച് പോകാം. ഓക്കെ, അപ്പോൾ നിർബന്ധമായും കൊടുക്കേണ്ട പണമാണ് നികുതി. നികുതി നൽകുന്ന വ്യക്തിയെ നികുതി ദായകൻ എന്ന് വിളിക്കുന്നു. ആ ഒരു വാക്ക് ഓർത്തിരിക്കുക, നികുതി ദായകൻ. ഓക്കെ, നികുതി കൊടുക്കുന്ന ആളാണ് നികുതി ദായകൻ. അല്ലെങ്കിൽ നികുതി വാങ്ങുന്ന ആളാണ് നികുതി ദായകൻ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ PSC തെറ്റിക്കാൻ തരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അകത്ത് ആ ട്രാപ്പിൽ വീഴരുത്. ഓക്കെ, അതിനുകൊണ്ട് ഒന്ന് ഓർത്തിരിക്കുക ആ ഒരു പേര്. ഇനി ചരക്ക് സേവന നികുതി അല്ലേ. നമ്മൾ GST എന്ന് എപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ. ഹോട്ടലിലൊക്കെ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ആ ബില്ലിൻ്റെ താഴത്ത് കാണാം GST എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്തായാലും ഓർത്തിരിക്കണം. PSC ചോദിക്കാറുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഓക്കെ, അതിൻ്റെ മലയാളമാണ് ചരക്ക് സേവന നികുതി. ഓക്കെ, രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST.
ഓക്കെ, അപ്പോൾ GST എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിക്കാറുണ്ട്. 2017 ജൂലൈ 1 ആ ഡേറ്റ് വരെ പഠിച്ചു വെക്കണം, ചോദിക്കുന്ന ചോദ്യമാണ്. അതുപോലെ ഭരണഘടനയിലെ എത്രാമത്തെ ഭേദഗതിയാണ് GST എന്ന് ചോദിക്കാറുണ്ട്. 101. അല്ലെങ്കിൽ 101-ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നും ചോദിക്കാറുണ്ട്. GSTയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, നിലവിൽ ആകെ 106 ഭേദഗതികളാണ് ഇപ്പം നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ 106-ാമത്തേതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തത് ഒരു സാമ്പത്തിക വർഷം. പിന്നെ ഈ GST എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ആ ടേബിളിൽ, പരോക്ഷ നികുതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. അത് PSC ചോദിക്കാറുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ചോദിക്കാറൊക്കെ ഉണ്ട്. GST എന്ന് പറയുന്നത് ഒരു പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ GSTൻ്റെ രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല. ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു എമൗണ്ടിൻ്റെ മേലെ വിറ്റുവരവ് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു കച്ചവടക്കാരനുണ്ടെങ്കിൽ അല്ലെ വ്യാപാരികൾക്കുണ്ടെങ്കിൽ അവർ മാത്രം GSTൻ്റെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. ആ എമൗണ്ട് എത്രയാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കണ്ടെത്തിയിട്ട് കറക്റ്റ് പറഞ്ഞുതരാം. അത് PSC ചോദിക്കാറുണ്ട്. അത് എത്രയാണെന്നുള്ള ഇപ്പോൾ എമൗണ്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒരു കറണ്ട് അഫെയർ ആയിട്ടുള്ള കാര്യമാണല്ലോ, എപ്പോൾ വേണമെങ്കിലും മാറാം. ഓക്കെ, അപ്പോൾ അത് എൻ്റെ ഒരു ഓർമ്മയിൽ 20 ലക്ഷമാണ്. ഇനിയിപ്പോൾ മാറ്റം വന്നിട്ടുണ്ടോ എന്നറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ കറക്റ്റായിട്ട് കണ്ടെത്തിയിട്ട് പറഞ്ഞുതരാം. അടുത്തത് നിലവിൽ 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെയുള്ള നിരക്കുകളിലാണ് ഉപഭോക്താവ് GST നൽകേണ്ടത്. അതായത് 5 സ്ലാബുകളുണ്ട് എന്ന് പറയാം. ഓക്കെ, അത് PSC ചോദിക്കാറുണ്ട് എത്ര സ്ലാബുകളാണുള്ളത് എന്നുള്ളത്. അപ്പോൾ 0% ഒഴിവാക്കിയിട്ട് ചിലവർ 4 എണ്ണമാണെന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, 0% കൂട്ടണം. അങ്ങനെ 5 എണ്ണമാണുള്ളത്. ഓക്കെ, 0, 5, 12, 18, 28. ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. കാലാനുസൃതമായി GST നിരക്കിൽ മാറ്റം വരാവുന്നതാണ്. ഓക്കെ, നല്ല സ്റ്റേറ്റ്മെൻറ്റാണ്. GST നിരക്ക് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ഭാവിയിൽ അത് മാറാം, കൂടാം അല്ലെങ്കിൽ കുറയാം. ഓക്കെ, പിന്നെ ഈ നിരക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് PSC കറണ്ട് അഫെയേഴ്സ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഓൺലൈൻ ഗെയിമിങ്ങിന് നിലവിൽ പുതുക്കിയ GST നിരക്ക് എത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കറണ്ട് അഫെയേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് GST നിരക്കിലേക്ക് മാറ്റം വരുത്തിയ എന്തൊക്കെ വസ്തുക്കളാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്തൊക്കെ സർവീസുകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ചരക്ക്, അല്ലെങ്കിൽ ചരക്ക് സേവന നികുതിയല്ലേ. അപ്പോൾ സേവനങ്ങളും ഉണ്ട്, ചരക്കുകളും ഉണ്ട് അല്ലേ, ഗുഡ്സും ഉണ്ട്, അല്ലെങ്കിൽ സർവീസും ഉണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് പുതിയ GSTയിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളത്, അല്ലെങ്കിൽ പുതിയ നിരക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിളാണ്. ഇതിൽ എല്ലാം നിങ്ങൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് ആ ഒരു 0% എങ്കിലും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതായത് GST നിരക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ 0% സാധനങ്ങളും സേവനങ്ങളും ഒന്ന് ഓർത്തിരിക്കുക. പാല്, മുട്ട, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ബ്രെഡ് തുടങ്ങിയവ. അതുപോലെ വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുഗതാഗതം, ഇതിനൊന്നും GST നിരക്കില്ല, അല്ലെങ്കിൽ 0% ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റേറ്റുകൾ മാറാം. ഞാൻ പറഞ്ഞ പോലെ ഇത് നിലവിലുള്ളത് പഠിച്ചു വെക്കേണ്ട. കറണ്ട് അഫെയറിൽ അല്ലെങ്കിൽ ന്യൂസിൽ വരുന്ന പുതിയ നിരക്കുകൾ ഏതിനെങ്കിലും പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് മാത്രം പഠിച്ചു വെക്കുക. അത് PSC ചോദിക്കാറുണ്ട്. അടുത്തത് ബജറ്റാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ് അല്ലേ. നമ്മൾ നേരത്തെ കുടുംബ ബജറ്റ് പഠിച്ചു. അത് കുടുംബത്തിൻ്റെ വരവും ചിലവാണ്. രാജ്യത്തിൻ്റെ ചെലവും വരവും ഉൾക്കൊള്ളിക്കുന്നതാണ് രാജ്യത്തിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എങ്ങനെയാണ്, എന്ന് മുതൽ എന്ന് വരെയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ആ ഒരു ഡേറ്റുകൾ രണ്ടും ഓർത്തിരിക്കണം, ചോദിക്കാറുണ്ട്. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആരാണ്? ധനകാര്യമന്ത്രി. കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് കേന്ദ്രത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതുപോലെ കേരളത്തിൻ്റെ ആണെങ്കിൽ കേരളത്തിൻ്റെ സംസ്ഥാന ധനകാര്യമന്ത്രി ആയിരിക്കും എന്നുള്ളതും ഓർത്തിരിക്കുക. അവരുടെ പേരൊക്കെ പഠിച്ചു വെക്കണം, ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ച് രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഭരണഘടനയിലെ എത്രാമത്തെ ആർട്ടിക്കിളാണ് ബജറ്റിനെ പറ്റി പറയുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം
112 ഓർത്തിരിക്കണം. ഓക്കെ, പിന്നെ ബജറ്റ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് നമ്മുടെ എന്തിലില്ല, നമ്മുടെ ഭരണഘടനയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അത് PSC ചോദിക്കാറുണ്ട്. ബജറ്റ് എന്ന വാക്കിന് പകരം നമ്മൾ ഭരണഘടനയിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയണം. ഓക്കെ, അല്ലെങ്കിൽ മലയാളത്തിൽ വാർഷിക ധനവിവര പത്രിക. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വാർഷിക ധനവിവര പത്രിക. ഓക്കെ, അത് ചോദിക്കാറുണ്ട്, ഓർത്തിരിക്കുക. അടുത്തത് ബജറ്റ് പലതരം. വരവ് ചെലവുകളുടെ അടിസ്ഥാനത്തിൽ ബജറ്റുകളെ എത്രയായി തരംതിരിക്കാം? 3ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണത്? മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്. ഓക്കെ, ഇത് 3 ചോദിക്കാറുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മിച്ച ബജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട്, മിച്ചം വെക്കുന്നത്. അതായത് നമുക്ക് വരവ് ചിലവിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ട് അല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും മിച്ചം വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ മിച്ച ബജറ്റ് എന്ന് പറയുന്നത്. അടുത്തത് പൊതുകടം. ഓക്കെ, നമ്മൾ പൊതു ചെലവിനെ പറ്റി പറഞ്ഞു, പൊതു വരവിനെ പറ്റി പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് പൊതുകടം എന്താണെന്ന് നോക്കാം. പബ്ലിക് ഡെപ്റ്റ്. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ്റിന് കടമെടുക്കേണ്ടി വരും. ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു ആവശ്യത്തിന് ക്യാഷ് തികഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കടമെടുക്കും അല്ലേ. അതുപോലെ തന്നെ ഗവൺമെൻറ് അവരുടെ ആവശ്യങ്ങൾക്ക് തികഞ്ഞിട്ടില്ലെങ്കിൽ അവരും കടമെടുക്കും. അങ്ങനെ ഗവൺമെൻറ് എടുക്കുന്ന കടത്തിനെ പറയുന്ന പേരാണ് പൊതുകടം. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട്. ഓക്കെ, രാജ്യത്തിനകത്തു നിന്നും വാങ്ങാറുണ്ട്, പുറത്തു നിന്നും വാങ്ങാറുണ്ട്. ഇവ യഥാക്രമം ആഭ്യന്തര കടം അല്ലെങ്കിൽ വിദേശ കടം എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ ആഭ്യന്തര കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് തന്നെ കടം വാങ്ങുകയാണെങ്കിലാണ് അതിന് പറയുക ആഭ്യന്തര കടം. ഇനി വിദേശ കടമാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തു നിന്നാണ് കടം വാങ്ങുന്നതെങ്കിൽ അതിന് വിദേശ കടം എന്നും പറയും. ആഭ്യന്തര കടം അതിൻ്റെ ഡെഫിനിഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം. ഓക്കെ, അപ്പോൾ വ്യക്തികളിൽ നിന്നും വാങ്ങാം, അതേമാതിരി സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങാം എന്ന് ആലോചിക്കണം അല്ലെങ്കിൽ ഓർത്ത് വെക്കണം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ വ്യക്തികളിൽ നിന്നൊക്കെ വാങ്ങുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക ഒരു പോയിന്റ്. അതുപോലെ വിദേശ കടം എന്താണ്? വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടം. ഓക്കെ, അന്തർദേശീയ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ വിദേശ ഗവൺമെൻറ്, വേറെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് ഉണ്ടാവില്ലേ, അപ്പോൾ അവരിൽ നിന്നും നമ്മൾ കടം വാങ്ങുന്നതിനാണ് വിദേശ കടം എന്ന് പറയുന്നത്. അടുത്തത്, ഇത്തരം വായ്പകളുടെ ഉൽപ്പാദനക്ഷമമായ ഉപയോഗം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അതുവഴി വരുമാന വർധനവിനും പൊതുകടം കുറയ്ക്കുന്നതിനും സഹായകമാകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വായ്പകൾ എന്തിനു ഉപയോഗിക്കും? ക്ഷേമ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ വികസനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വികസനത്തിനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതുവഴി നമുക്ക് റിട്ടേൺസ് കിട്ടും അല്ലേ, വരുമാനം തിരിച്ച് കിട്ടും. ആ വരുമാനം എന്ത് ചെയ്യും? നമ്മുടെ മൊത്തത്തിലുള്ള വരുമാനം കൂട്ടും ചെയ്യും. അതുപോലെ ഈ കടം തിരിച്ചടയ്ക്കുന്നതിനും സഹായിക്കും. ഇനി ധനനയം അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം, ഈ 3 കാര്യങ്ങളാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഈ 3 എണ്ണത്തിൻ്റെ എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം. ഓക്കെ, അപ്പോൾ ധനനയം എന്ന് പറയുന്നത് എന്തിനൊക്കെ പറ്റിയുള്ള സമഗ്രമായ നയമാണ്? പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ആരാണ് ഈ ധനനയം നടപ്പിലാക്കുന്നത്? തയ്യാറാക്കുന്നത് ആരാണ്? ധനനയം തയ്യാറാക്കുന്നത് ധനകാര്യ വകുപ്പാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ ഈ പണനയം ഉണ്ട്. ആ പണനയം എന്ന് പറയുന്നത് RBI നടപ്പാക്കുന്നതാണെന്ന് ഓർത്തിരിക്കുക. പണനയം വേറെ, ധനനയം വേറെ. രണ്ടും നമ്മൾ പണവും ധനവും ഒന്നാണല്ലോ വിചാരിച്ച് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്. ഓക്കെ, പണനയം ആരുടേതാണ്? RBI അല്ലെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതാണ്. അതുപോലെ ഈ ധനനയം എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഈ ധനകാര്യ വകുപ്പ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് ചോദിക്കാറുണ്ട്, രണ്ടും കൺഫ്യൂഷനായി പോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെൻറ്റിന് മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണിത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക, അതുപോലെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെൻറ്റിന് മാർഗ്ഗനിർദ്ദേശം നൽകുക എന്നുള്ളതാണ് ഈ നയത്തിൻ്റെ ഉദ്ദേശം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, അതായത് സാമ്പത്തിക വളർച്ച കൂട്ടുക, അതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക. ഇതൊക്കെ എന്തിൻ്റെ ഉദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ്? ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. ധനനയം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് എന്നുള്ളത് ഓർത്തിരിക്കുക.
അതുമാതിരി പണനയം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി അവസാനത്തെ ഈ പാഠഭാഗത്തിലെ അവസാനത്തെ ലൈൻസാണ്. സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാനം, രാജ്യം എന്നിവ ബജറ്റ് തയ്യാറാക്കി പ്രവർത്തിക്കുന്നത് വഴി വികസന ക്ഷേമ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും സഹായകമാകുന്നു. അപ്പോൾ രാജ്യവും സംസ്ഥാനവും മാത്രമല്ല ബജറ്റ് അവതരിപ്പിക്കുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്, അതുപോലെ സംഘടനകളും ഈ ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ അതായത് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ഈ പാഠഭാഗത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ചില ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ചോദ്യം ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.